ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കിരൺ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ, പോലീസുകാരനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട്. അപ്പോൾ അവനെ കിട്ടുവാണെങ്കിൽ ഗംഗാപ്രസാദിനെ കിട്ടുവാണെങ്കിൽ പോലീസുകാരനും കിരൺ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു ധാരണയിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പോലീസുകാർക്ക് അവനെ കൊന്നു കളഞ്ഞാലും പ്രശ്നമില്ല എന്ന് പോലീസുകാരൻ പറയുകയും ചെയ്തിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കാണിക്കുന്ന കാറിൽ ഇവർ പോവാണ്. കിരൺ ഡ്രൈവ് ചെയ്യുവാണ്, കൂടെ രതീഷും ബൈജുവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കിരൺ പറയുവാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അവൻ കൊന്നു കളയുക, അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കണ്ണീര് മാത്രമേ മിച്ചം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ബൈജു പറയുകയാണ്, ശരിയാണ് അളിയ, നമുക്ക് അവൻ്റെ കാര്യം തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ മതി എന്ന് പറയുകയാണ്. അപ്പോൾ രതീഷ് പറയുവാണ്, എന്നാലും കാർത്തിയുടെ കല്യാണം മുടങ്ങിൽ അതിയായ വിഷമമുണ്ടെന്ന് പറയുമ്പോൾ കിരൺ പറയാം, അതൊന്നും അങ്ങനെ മുടങ്ങത്തൊന്നും ഇല്ല, നമുക്ക് ഈ ചടങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കല്യാണം തീരുമാനിക്കാമെന്ന് പറയുവാണേ. ബൈജു ചോദിക്കണ കാർത്തിച്ച് സമ്മതിക്കുമെന്ന് ചോദിക്കാൻ പറയാണ്, കാർത്തിയെ എന്തായാലും പറഞ്ഞ് സമ്മതിക്കണം. ദിലീപ് വന്ന സമയത്ത് ദിലീപുമായിട്ട് സംസാരിച്ചിരുന്നു, മരിച്ചപ്പോൾ വന്നപ്പോഴും സംസാരിച്ചിരുന്നു. ദിലീപ് സമ്മതിച്ചോളും, കാർത്തി എങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നൊക്കെ കിരൺ പറയുവാണേ. അച്ഛൻ ദിലീപിൻ്റെ അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ദിലീപിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കിരൺ പറയുകയാണ്. അപ്പോൾ ബൈജു പറയുകയാണെ, ഇനിയിപ്പോൾ ഗംഗ വിചാരിക്കും ഉടനെ ഒന്നും കല്യാണം നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുമെന്ന് പറയുക. അപ്പോൾ ബൈജു പറയണേ, അതളിയാ, കല്യാണം എങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം തേടിപ്പോകുന്ന ദിലീപേട്ടനെ ആയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, ഇപ്പം ഇനി എൻഗേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, എല്ലാവരും കൂടി സമ്മതിച്ച് അന്ന് കല്യാണം മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് കിരൺ പറയുവാണ്. കിരൺ കാർത്തിയുടെ വീട്ടിലെ പിന്നെ ലാപ്ടോപ്പിൽ ക്യാമറയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്ന, അവൻ പിന്നാമ്പുറത്തേക്കാണല്ലോ പോകുന്നത്, ബൈജുവിനോട് ഈയുടെ ബാക്കിൽ ക്യാമറയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട്. അവൻ പിന്നാമ്പുറത്തുകൂടിയാണ് വന്നിട്ട്. അപ്പോൾ ഈ അന്ന് നടന്ന ചെറിയ ക്ലിപ്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ലാപ്ടോപ്പിൽ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗംഗാപ്രസാദ് മതിൽ ചാടി പോകുന്ന ആ വീഡിയോ ഒക്കെ അവർ കാണുവാണ് കേട്ടോ. അപ്പോൾ രതീഷ് പറയണല്ല, ഇവൻ മതിൽ ചാടിയായിരിക്കും പോയത്, അതുപോലെ മതിൽ ചാടിയായിരിക്കും വന്നത്, പക്ഷേ ഇവൻ പോയ വണ്ടി മാത്രം എന്താ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ഇങ്ങനെ ഇവർ പറയുവാണേ. കിരണും പറയും, അവനിപ്പോൾ ഏത് വണ്ടിയിലാണ് വന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല, കാരണം ഇതൊരു ഹൗസിങ് കോളനി അല്ല, ഇവിടെ ഇടിഞ്ഞു പൊടിഞ്ഞ കെട്ടിടങ്ങളോ അങ്ങനെ ഒന്നുമില്ല, എന്തായാലും വണ്ടിയിലോ അല്ലാതെ നടന്നൊന്നും വരാൻ സാധിക്കില്ലല്ലോ, പക്ഷേ ഏത് വണ്ടിയിലാണ് വന്നതെന്ന് മാത്രം മനസ്സിലാവണില്ല എന്ന് പറയുകയാണേ. കിരണും ബൈജുവും രതീഷും ഉള്ളത് കാർത്തികയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയുകയാണ്, അവൻ ചിലപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നീയും അച്ഛനും ഒക്കെ ഇവിടെ നിന്നതെന്ന് ബൈജുവിനോട് പറയുകയാണ്. എന്നിട്ടും അവൻ വന്ന് നാശം വിതച്ചിട്ട് പോയല്ലോ, എന്തായാലും ബാന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും കൂടി കിരൺ എഴുന്നേറ്റിട്ട് വിളിക്കുവാണേ. നേരെ കിരണും ബൈജുവും രതീഷും കൂടി അടുത്തൊരു വീട്ടിൽ പോയിട്ട് ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറി ചെന്നിട്ട് ബെല്ലടിക്കുവാണ്. അപ്പോൾ ഒരാൾ ഇറങ്ങി വരുവാണ്. അപ്പോൾ പറയണം, ആ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എന്ന് കിരണിനോട് പറയാണ് കേട്ടോ. അപ്പോൾ പറയാം, എന്താ ചെയ്യുക ചേട്ടാ, ഭീഷണി ഉള്ളത് കൊണ്ട് നമ്മൾ അത്യാവശ്യം പോലീസും വേറെ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ മറികടന്ന് അവനെങ്ങനെ ചാടി വന്നിങ്ങനെയൊക്കെ ചെയ്തു എന്നറിയില്ല. വീട്ടിലെ ക്യാമറയിൽ നോക്കുമ്പോൾ മതിൽ ചാടി വന്നതും മതിൽ ചാടി പോകുന്നതും മാത്രമേ കാണുന്നുള്ളൂ, ഏത് വാഹനത്തിലാണ് വന്നതെന്നൊന്നും അറിയില്ല, അതിനൊരു വ്യക്തത ഇതുവരെയും കിട്ടിയിട്ടില്ല. ചേട്ടാ ഇവിടെ CCTV ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിലെ ചേട്ടൻ പറയും, അതേ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ആ ഭാഗത്തേക്ക് വാ നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് ഇവരെ അകത്തേക്ക് വിളിക്കുവാണേ. ആ ചേട്ടൻ ലാപ്ടോപ്പിൽ നോക്കുന്ന കൂട്ടത്തിൽ പറയണം, ആ കുട്ടിയുടെ അമ്മയും കൂടി ഇവിടെ വന്നിട്ട് നിശ്ചയമൊക്കെ വിളിച്ചതായിരുന്നു, അയൽക്കാരെയൊക്കെ നിശ്ചയമെല്ലാം വിളിച്ചതായിരുന്നു, അപ്പോൾ പറയുകയും ചെയ്താൽ ഇങ്ങനൊരു ഭീഷണി ഉണ്ടെന്നൊക്കെ എന്ന് പുള്ളി പറയുവാണേ. അതുകൊണ്ട് നായ്ക്കളൊക്കെ കുരയ്ക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുക കേട്ടോ പുള്ളി. അപ്പോൾ രതീഷ് പറയുവാണ്, അവൻ മതിൽ ചാടി വന്നതും പോയതും കൊണ്ട് വണ്ടി എവിടെയോ ദൂരെ നിർത്തിയിട്ടിരുന്നത്, പക്ഷെ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ലെന്ന് പറയുക. നമ്മൾ ഇവിടെ അടുത്ത 2-3 വീടുകളിലൊക്കെ പോയി നോക്കിയെന്ന് രതീഷ് പറയുക കേട്ടോ, പക്ഷെ ഒരു പ്രയോജനം കിട്ടിയില്ല എന്ന് ഈ ചേട്ടനോട് പറയുക കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ലാപ്ടോപ്പിലെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിരൺ ഇതൊക്കെ നോക്കിയപ്പോൾ കിരണിന് മനസ്സിലായി ആംബുലൻസിലാണ് വന്നത്. അയ്യോ ദേ അളിയ, ആംബുലൻസിലാണോ വന്നതെന്ന് ബൈജു പറയുമ്പോൾ അതെ ആംബുലൻസിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അവനൊരു തടസ്സവും കൂടാതെ അവനിവിടെ എത്താൻ പറ്റിയെന്ന് കിരൺ പറയാം. എന്നിട്ട് പറയും, ചേട്ടാ ഒരു പേപ്പറും പേനയും തരാമോ എന്ന് ചോദിക്കും. പുള്ളി ഒരു പേപ്പറും പേനയും കൊടുക്കുവാണേ. അപ്പോൾ നേരെ കിരൺ ആ നമ്പർ നോട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ രതീഷ് പറയും, ഇവനൊരു പ്രത്യേക ജാതി സാധനം തന്നെയാണല്ലേ എന്ന് പറയുക. രതീഷ് പറയും, ഇവൻ എവിടെ നിന്നാണ് ഈ ആംബുലൻസ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കിരൺ പറയുവാണ്, അതന്ന് ഓട്ടോയെ കൊണ്ടുപോയി ഓട്ടോറിക്ഷക്കാരനെ ഇടിച്ചിട്ടിട്ടല്ല അവൻ ഓട്ടോ എടുത്തുകൊണ്ട് പോയത്, അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുവാണേ. ബൈജു പറയും, അളിയെ കൂടെ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ടല്ലോ, അതാരെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ കിരൺ അത് നോക്കിയിട്ട് പറയണേ, എടാ നമ്മളുടെ സംശയം എത്ര കറക്റ്റായിരുന്നു,
എടാ ഇത് സ്റ്റെഫിയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നേരെ രതീഷ് ഇതാണോ എന്ന് പറയുന്നത്. ബൈജു ഇങ്ങനെ തലയിൽ കൈവച്ച് പോവാണ്. എന്നിട്ട് മറ്റേ ചേട്ടനോട് കിരൺ പറയാണ്, ചേട്ടാ അങ്കിളിൻ്റെ വീടിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തിയത്, എന്നിട്ട് അവൻ നേരെ ഇങ്ങനെ നടന്ന് വന്ന് കയറിയതാണെന്നൊക്കെ പറയുവാണേ. അപ്പോൾ നമ്മുടെ ആ വീട്ടിലെ ചേട്ടൻ പറയണ, കൊള്ളാമല്ലോ ഇത് സിനിമാ കഥ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയുക, സിനിമയെ വെല്ലുന്ന കഥകളാണ് അവൻ കാട്ടിക്കൂട്ടിയിരിക്കണമെന്ന് പറയുക. അവൻ ചെന്നൈയിലൊക്കെ കുറേ വിലസിയവനാണ്, പോലീസ് കണ്ടെത്തുമെന്നും പറഞ്ഞ് ഇത്രയും കാലം നോക്കിയിരുന്നത്, അതൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. ഇതിൽ സഹകരിച്ച ചേട്ടൻ ഒരുപാട് നന്ദിയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുവാണേ. ലാപ്ടോപ്പ് അങ്ങ് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ചേട്ടൻ പറയണേ, ഞാൻ നന്നായിട്ട് ഒന്നുകൂടി നോക്കാം, എന്തെങ്കിലും കൂടി തെളിവുകൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിരണിനെ വിളിച്ച് അറിയിക്കാം, കിരണിൻ്റെ നമ്പർ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണേ. അങ്ങനെ അവർ ഗേറ്റ് കടന്നങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ജയിലിലാണ്. ഏതൊരു ജയിലിലെ ഒരു ജയിൽ പുള്ളിയോട് നമ്മുടെ രാഹുൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും, നീ പരോളിന് പോയിട്ട് വന്നോടാന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം ഭാര്യയുടെ മക്കളുടെയും കൂടെ നിന്ന് വന്നിട്ട് തിരിച്ചു പോന്നു, പിന്നെ പോരാൻ നേരത്ത് മക്കളുടെ വിട്ട് പോരുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് മോശം തന്നെയാണോടാ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഇവനെ ജയിലിലിട്ട് തീർക്കുന്നു. മനോഹർ അപ്പുറം ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ പറയണം. അപ്പോൾ പറയണം, ഇവിടുന്ന് പോയ ഒരുത്തൻ പിന്നെ രാഹുൽ പറയുന്നുണ്ട്, ഇവിടുന്ന് പോയ ഒരുത്തൻ അവിടെ ഒരാളെ തീർത്തു എന്ന് പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞു നിന്നു, അവൻ അവിടെ എവിടെയോ കോളനിയിലെങ്ങാണ്ട് താമസിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചും പറയുവാണ്, പിന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ മകൻ പോകാൻ തരുന്നത് മോശമായിപ്പോയി ചിതയ്ക്കെങ്കിലും തീ കൊളുത്തേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എങ്ങും പോവുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താണോ നോക്കുന്നത്, നിൻ്റെ കണ്ണ് ഞാൻ ചോർന്നെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ബഹളം വയ്ക്കുമ്പോൾ മനോഹരം തിരിച്ചൊച്ച ഉണ്ടാക്കുക, ബഹളം വയ്ക്കുവാണ്. എന്നെ എന്തെങ്കിലും ചെയ്ത് ഞാനെന്തെങ്കിലും ചെയ്യുന്നുള്ള രീതിക്ക് ബഹളം വയ്ക്കുവാണേ. അവർ തമ്മിൽ ഇടിവയ്ക്കുമ്പോൾ എല്ലാവരും പിടിച്ചു മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. സരയു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ താര അടുത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, എന്തെങ്കിലും കഴിക്കണ കാര്യം എന്ന് പറയുമ്പോൾ ഒന്നിനും താല്പര്യമില്ലമ്മേ, പിന്നെ ഒന്ന് കല്യാണിയുടെ അമ്മ മരിച്ചതിന് ശേഷം എന്തോ മനസ്സിൽ സുഖമില്ലെന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പോകണ്ടേന്ന് താര ഇങ്ങനെ കൈകൊണ്ട് ചോദിക്കുമ്പോൾ പോകണം, അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായത്, അമ്മയും റെഡിയാകും, നമുക്ക് അങ്ങോട്ട് പോകണം, നമുക്ക് അവിടെ ചെന്നിട്ടൊന്നും ചെയ്യാനില്ലെങ്കിലും കല്യാണിയെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ, അവൾക്ക് അത്രയും ജീവനായിരുന്നു അവിടെ അമ്മയല്ലേ നഷ്ടപ്പെട്ടതെന്ന് പറയുവാണേ. മനോഹറിനേക്കാളും ദുഷ്ടനാണ് ആ ഗംഗാപ്രസാദ്. അവനെ വെറുതെ വിട്ട കിരണും കല്യാണിയാണ് കുറ്റക്കാർ. ശരിക്കും പറഞ്ഞാൽ അവനെ വെറുതെ വെക്കരുതായിരുന്നെന്ന് സരയു പറയുവാണേ. അപ്പോൾ സരയു താരയോട് പറയണം, അമ്മ പോയി റെഡിയായിട്ട് പോകാൻ നമുക്ക് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ താര റെഡിയാകാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി കരഞ്ഞുകൊണ്ട് കട്ടിൽ കിടക്കുമ്പോൾ കല്യാണിയുടെ കാലൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കാദംബരി. അപ്പോൾ ആ സമയത്തേക്ക് സരയു അങ്ങ് വരുവാണേ. അപ്പോൾ കാദംബരി കാണുവാണ് കേട്ടോ, സരയുവിനെയും താരയെയും കാണുവാണ്. അപ്പോൾ കാദംബരി പറയാണ്, കല്യാണി ഇതേ താരാൻ്റെയും സരയും വന്നിരിക്കുവാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കല്യാണി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അവരോട് എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സരയും അടുത്ത് വന്നേച്ചും കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് താരയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ കല്യാണിയോട് നമ്മുടെ സരയു പറയുവാണ്, എങ്ങനെ വരണം, എന്താ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നത്, പെട്ടെന്ന് നിനച്ചിരിക്കാതെ വന്നൊരു സംഭവമായിരുന്നല്ലോ, ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നല്ലോ എന്നൊക്കെ സരയു പറയുവാണ്. എന്താ പറയണ്ടതെന്ന് അറിയില്ല കല്യാണി, പക്ഷേ കല്യാണിയുടെ അമ്മ തിരിച്ചു വരില്ല, അപ്പോൾ ആ സാഹചര്യമായിട്ട് കല്യാണി പൊരുത്തപ്പെട്ടേ പറ്റൂന്ന് സരയു പറയുവാണേ. അങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കില്ല സരയു, കാരണം ഒരു കാലത്ത് ഇവളുടെ ജീവിതവും ജീവനും ഒക്കെ അമ്മയല്ലായിരുന്നോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്ന് ആവാൻ പറ്റില്ല എന്ന് കാദംബരി പറയുവാണേ. കാദംബരി പറയുകയാണ്, ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയുക, അമ്മ എന്ന വേദന എന്നെ വിട്ട് പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയുവാണ്. പിന്നെ കാണിക്കുന്നത് വണ്ടി കയറി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വണ്ടി കിരണിൻ്റെ ആയിരുന്നു. അപ്പോൾ വന്ന് കയറിയിട്ട് കിരണും ബൈജുവും രതീഷും ഇറങ്ങി വരുമ്പോൾ പ്രകാശൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രകാശൻ ചോദിക്കുക എന്തായെന്ന് പറയുമ്പോൾ കിരൺ പറയണ, അച്ഛാ അത് ഒരു ആംബുലൻസിലാണ് വന്നിരുന്നത്, അതുകൊണ്ടാണ് പോലീസിനെ വരെ വെട്ടിച്ചവൻ വന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറയുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കല്യാണി ഒന്നും കഴിക്കാത്ത കാര്യമൊക്കെ പ്രകാശൻ പറയുവാണ്, എടാ മോനെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. അപ്പോൾ രതീഷും പറയുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ അവളെയും കൊണ്ട് നമ്മൾ ആശുപത്രി പോകേണ്ടി വരും എന്നൊക്കെ പ്രകാശൻ പറയുകയാണ് കേട്ടോ. അന്നേരം പറയണ, എടാ ആ സരയിൻ്റെ യഥാർത്ഥ അമ്മയില്ലേ താരയും വന്നിട്ടുണ്ട്, പിന്നെ അവൾക്ക് സരയിനെന്തോ നിന്നോട് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ കിരൺ പറയും, ഞാനത് കണ്ടോളാം, അവളെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തോട്ട് പോകുന്നു. അപ്പോൾ രതീഷിനോട് പ്രകാശൻ പറയണ, എടാ രതീഷ് അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തണം എന്ന് പറയുമ്പോൾ പിന്നെ അവന് പാമ്പിൻ്റെ സ്വഭാവമാണ്, ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാണാതെ വരും എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പോലീസിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് കിരൺ ഗംഗാപ്രസാദിനെ കണ്ടെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.